ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇടുക്കി ട്രിപ്പ് ഡേ 3 ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ട്രക്കിംഗ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ഇന്ന് അപ്പം എഗ് റോസ്റ്റാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ചിന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കാണ് ഞങ്ങൾ പോകുന്നത്. മറയൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം വിചാരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അവിടെ ഒരു ആനേനെ കണ്ടോ. അത് വേസ്റ്റ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആന മാത്രമല്ല പല മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിർത്തി വീഡിയോ എടുക്കണം കരുതി, പക്ഷെ ടൈമില്ലാത്തതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് ഇത് കൂടെ പോവാൻ, തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അവരൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഫുൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ ഫോട്ടോ എടുത്ത് വരികയാണ്. ഞങ്ങളൊക്കെ എടുത്തു. അമ്മയ്ക്ക് വഴി അറിയണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അമ്മ എത്താറായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി ഫ്രണ്ട്സ്. ഇനി നമ്മൾ അവിടെ എത്താൻ വൈകുന്നാണ് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ മെക്കാനിക്കിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് അരമണിക്കൂർ നിർത്തിയിട്ടാൽ മതി, ചുരമൊക്കെ ഇറങ്ങിയതെല്ലാം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പാർക്കുണ്ട്. അരമണിക്കൂർ നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാതെ അതിനുള്ള സന്തോഷത്തിലാണ് കേട്ടോ കിച്ചു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നോക്കാം തുറന്നിട്ടുണ്ടോ ഇല്ലേന്ന്. ഫ്രണ്ട്സ്, ഞങ്ങളവിടെ പോയി നോക്കിയപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കിച്ചു ആകെ ചമ്മിപ്പോയി. ചമ്മിയ മുഖമാണ് ഫ്രണ്ട്സ് ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ അമ്മ പറഞ്ഞു അവിടെ മാനുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഫ്രണ്ട്സ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ കാണുന്നില്ല. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കി കാണുന്നതാണ് അമ്മ പറഞ്ഞത്. ഞാൻ ചെറുതായിട്ട് കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ വീഡിയോ കിട്ടില്ല ഇവിടെ നിന്ന്. കുറച്ച് അങ്ങോട്ട് കൂടി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 2-3 ഉണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരാൾ. ഒന്നിനെ കിട്ടിയുള്ളൂ കേട്ടോ. ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് മാനിനെ കാണാൻ പറ്റി കേട്ടോ. ഞങ്ങളവിടെ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഒന്ന് വാട്ടർഫാളിൻ്റെ അവിടേക്ക് പോകാനുള്ളത് 3 മണിക്കൂറും, പിന്നെ 4 സ്പോർട്സ് കവർ ചെയ്യാനുള്ളത് മുനിയറൊക്കെ ഉള്ളത് 2 മണിക്കൂറായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതാണ് സെലക്ട് ചെയ്തത്. 2 മണിക്കൂറിൻ്റെ. 3 മണിക്കൂറിൻ്റെ നമുക്ക് ടൈമില്ല കേട്ടോ. നമ്മൾ എന്തായാലും എത്തുമ്പോൾ രാത്രിയാവും വീട്ടിൽ. അവിടെ ഞങ്ങളത് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടെ പോകണം. നമുക്ക് പോവാം. ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. അപ്പോൾ അവരൊക്കെ ഫസ്റ്റ് പോയി, ഞങ്ങളും പോട്ടെ കേട്ടോ. അപ്പോൾ ഒരു മലയൊക്കെ കയറിയിട്ട് വേണം പോവാൻ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കൂടെ കയറാം. അവിടെ ഈ ഒരു സ്ഥലത്താണ് മുനിയറുള്ളത്. ഈ ഒരു കുറച്ച് കയറ്റം കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു പാലം പോലത്തെ സംഭവമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമുണ്ട്. ആ സൈഡിലാണ് വെള്ളം. ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാകുന്നു. ഇപ്പം ഇല്ല. അവിടെ അകപ്പാടെ ചളിയൊക്കെ ആയതുകൊണ്ട് അത് കൂടെ പോകുന്നില്ല. ഇത് കൂടെ പോവാം. അപ്പോൾ അവിടെ കള്ളിമുൾച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. ആ സൈഡാണ് കേട്ടോ മുനിയറുള്ളത്. അത് കണ്ടോ, ആ കല്ലൊക്കെ ഇങ്ങനെ വെച്ചത്. ഇത് മുനിയറയാണ് കേട്ടോ. ഞാൻ 5ാം ക്ലാസ്സിലെ മുനിയറയെ പറ്റി പഠിച്ചിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ ഒരു കാടാണ് ഇത് കണ്ടത്, ഫുള്ള് മുനിയറയാണ്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം ഫുള്ള് ഈ പാറേൻ്റെ ഇവിടെ മൊത്തം മുനിയറയാണ്. അത് കണ്ടോ വരണം. ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട് നേരത്തേക്കാളും. പിന്നെ അപ്പുറത്തുള്ളതിലൊക്കെ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇവിടെ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ. ഇത് കൂടെ ഒക്കെ മുനിയറയാണ്. കുറേയൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ മരക്കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതൊക്കെ കുറേയൊക്കെ കേടുവന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ പോണ സ്ഥലത്ത് കൂടെ ഫുള്ള് മുനിയറയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത് നിറച്ച് മുനിയറയാണ് ഇത് കൂടെ ഫുള്ള്. അപ്പോൾ ഇത് എത്ര കണ്ടാലും തീരില്ല കേട്ടോ, അത്രയ്ക്കുണ്ട്. ഈ സ്ഥലം ഫുള്ള് മുനിയറയാണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സ്പോട്ടിലേക്ക് പോവാം. അത് കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 വഴിയുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. കണ്ടോ, അവിടെ ഒരു മലയൊക്കെ. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് ചീവീടിൻ്റെ ഒക്കെ. അപ്പോൾ ഗൈഡ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെക്കണത് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വല്ല പുലിയൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ നിങ്ങൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം പുലിയൊക്കെ കഴിച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലടങ്ങിയിട്ടുള്ളത് 2 വ്യൂ പോയിൻറ്റും പിന്നെ മുനിയറയും പിന്നെ എന്തോ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്, കേവ് പെയിൻറ്റിങ്ങോ അങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് തേർഡ് സ്പോട്ടിലേക്ക് പോവാം. അത് കേവ് പെയിൻറ്റിങ്ങാന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ഗുഹ പോലെയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ കയറാൻ പറ്റും, പക്ഷേ അവിടേക്ക് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്, അനിമൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇതെന്തോ മാനെന്തോ ആണ് തോന്നുന്നു. അപ്പോൾ ഇപ്പുറത്ത് എന്തൊക്കെയോ പിക്ചർ ഉണ്ട് കേട്ടോ. അതെന്താന്ന് ക്ലിയർ ആവണില്ല. എന്തോ ഒരു അനിമലിൻ്റെ ആണ്. റെഡ് കളറിൽ ഇത് കണ്ടവിടെ. പിന്നെ ഇവിടെ വേറെയും കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് പെപ്സി ഒഴിച്ച് കളഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഫ്രണ്ട്സ്. പേടിയായിട്ട് കഴിയാം. നമുക്ക് വേഗം പോവാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടി ഇങ്ങനെ പോയാൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവും. അപ്പോൾ നിങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. കഴിഞ്ഞു, ഞങ്ങൾക്കിനി വേഗം ഒന്ന് എത്തിക്കിട്ടിയാൽ മതി റോട്ടിക്ക്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയ്ക്ക് ഗൈഡിനെ കാണാതായി. പിന്നെ ആൾ വന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു. കിച്ചു ആണെങ്കിൽ നല്ല പൊടിച്ചിട്ട് ഗൈഡ് മാമൻ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഇറങ്ങി നോക്കിയപ്പോൾ ആളെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഫ്രണ്ട്സ്, റോഡ് എത്തി ഫ്രണ്ട്സ്. ആടുജീവിതത്തിൽ നജീബ് റോഡ് കണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്.
രമോ സമാധാനമായി. നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അങ്ങനെ തോന്നില്ല, എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും സമാധാനമായി. ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അത് കൂടെ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. കണ്ടോ, ഫൈനലി ഞങ്ങൾ അവിടെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവുകയാണ്. ഫുഡൊക്കെ കഴിക്കാനുണ്ട്. ഞങ്ങൾ പോവാണ്. ഫ്രണ്ട്സ്, അവിടെ കുരങ്ങനെ കണ്ടോ? ഇനി ഉണ്ട് കേട്ടോ 2-3 എണ്ണം. ഇതൊന്ന്, ഇതാട്ടോ ഒന്ന്. ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളിവിടെ കാട്ടുപോത്തിനെ കണ്ടു. ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ നിഖിൽ മാമയുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എടുത്തപ്പോൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ കിട്ടി. ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. പുല്ല് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, കണ്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 3 മണിക്കൂറിൻ്റെ ആ ഒരു ട്രക്കിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അടുത്ത് പോയാൽ നല്ല ഭംഗിയുണ്ടാവും. എന്നാലും ഞങ്ങളത് മിസ് ചെയ്തു, നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ചിന്നാർക്കാടിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.